കേരള കാർഷിക സർവകലാശാലയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുമ്പൂർ മൂഴിയിലെ ഗവേഷണ കേന്ദ്രമായ കാറ്റിൽ ബ്രീഡിംഗ് ഫാം. തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത പ്രദേശമായ തുമ്പൂർ മൂഴിയിലെ ഈ ഫാമിൽ 3 പ്രധാനപ്പെട്ട സംരംഭങ്ങളാണ് ഉള്ളത്. 1. ജീൻ സാങ്ച്വറി ഫോർ ഫോഡർ ക്രോപ്സ് അഥവാ തീറ്റപ്പുൽവിളകൾ. 2. നവീകരിച്ച ഡയറി ഫാം. 3. തുമ്പൂർ മൂഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റിംഗ് കേന്ദ്രം. കാർഷിക സർവകലാശാലയുടെ ഈ ഗവേഷണ കേന്ദ്രം കർഷകർ, കാർഷിക ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗവേഷണ കാര്യങ്ങൾക്കും പരിശീലനത്തിനും പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിലുള്ളതാണ്. കേരളത്തിലെ ക്ഷീര കർഷകർക്കായി കാർഷിക സർവകലാശാല സമർപ്പിക്കുന്ന ഒരു പുതിയ തീറ്റപ്പുല്ലിനമാണ് തുമ്പൂർ മൂഴി 1. തുമ്പൂർ മൂഴി കാറ്റിൽ ബ്രീഡിംഗ് ഫാമിലെ തീറ്റപ്പുൽ ശേഖരത്തിൽ നിന്നും കണ്ടെടുത്ത് വികസിപ്പിച്ചെടുത്തതാണ് ഈ പുതിയ ഇനം തീറ്റപ്പുല്ല്. തുമ്പൂർ മൂഴി 1 എന്ന തീറ്റപ്പുല്ലിനത്തെ ഒരു പുതിയ വെറൈറ്റിയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിനുള്ള ശാസ്ത്രീയ പഠനത്തിന് ഈ ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. പശുക്കൾക്ക് അന്തരീക്ഷ താപം നിലനിർത്തുവാനുള്ള സജ്ജീകരണങ്ങളും വൃത്തിയുള്ള പ്രവർത്തനക്ഷമതയേറിയ മിൽക്കിംഗ് യന്ത്രങ്ങളും എല്ലാം തുമ്പൂർ മൂഴി ഡയറി ഫാമിനെ ഒരു മോഡൽ ഡയറി ഫാമാക്കി മാറ്റിയിരിക്കുന്നു. 1957 സ്ഥാപിതമായതാണ് ഈ ഫാം. 1972 കാർഷിക സർവകലാശാല നിലവിൽ വന്നതിനു ശേഷം കാർഷിക സർവകലാശാലയുടെ വെറ്ററിനറി ഫാക്കൽറ്റിയുടെ 2ാമത്തെ ഗവേഷണ കേന്ദ്രമായി ഇത് ചേർക്കപ്പെട്ടു. തീറ്റപ്പുൽ കൃഷിയിൽ ഗവേഷണം നടത്തുക, ഡയറി ഫാമിൽ നൂതന ആശയങ്ങൾ കണ്ടെത്തുക എന്നിവയാണ് പ്രധാനമായ ഉദ്ദേശങ്ങൾ. തുമ്പൂർ മൂഴി 1 17% പ്രോട്ടീനും മൃദുലമായ തണ്ടുകളുമുള്ള ഉത്തമമായ ഒരു തീറ്റപ്പുല്ല് കൂടിയാണ്. ജലദൗർലഭ്യം അതിജീവിക്കാനുള്ള കഴിവും 100 മുതൽ 125 വരെ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കുന്ന പ്രവണതയും ഇതിനുണ്ട്. തുമ്പൂർ മൂഴിയിലെ ഫാമിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫാമിലെ പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ഫ്രാൻസിസ് സേവ്യർ. കാർഷിക സർവകലാശാലയുടെ കീഴിലെ വെറ്ററിനറി ഫാക്കൽറ്റിയുടെ ഒരു ഗവേഷണ കേന്ദ്രമാണ് തുമ്പൂർ മൂഴി കാറ്റിൽ ബ്രീഡിംഗ് ഫാം. 1957 സ്ഥാപിതമായ ഈ ഗവേഷണ കേന്ദ്രം പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും 1972 കേരള കാർഷിക സർവകലാശാല രൂപീകൃതമായപ്പോൾ കാർഷിക സർവകലാശാലയുടെ വെറ്ററിനറി ഫാക്കൽറ്റിയുടെ കീഴിൽ 2ാമത്തെ ഗവേഷണ കേന്ദ്രമായി ചേർക്കപ്പെടുകയും ചെയ്തതാണ്. വളരെ പഴയ ഒരു ഗവേഷണ കേന്ദ്രമാണിത്. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഫോഡറിൽ ഗവേഷണം നടത്തുക, ഡയറി ഫാമിലെ നൂതന ആശയങ്ങളിൽ ഗവേഷണം നടത്തുക, വിദ്യാർത്ഥികൾക്ക് ഗവേഷണ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നിവയാണ്. തീറ്റപ്പുൽ കൃഷി സുഗമമായി ചെയ്യുന്നതിനുള്ള വിജ്ഞാന പ്രവർത്തനങ്ങൾ, അത് കർഷകർക്കിടയിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ എന്നിവ പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് തുമ്പൂർ മൂഴി ഫാമിലെ ഉദ്യോഗസ്ഥർ. തുമ്പൂർ മൂഴിയിലെ ഫാമിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ KR വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു.